രോഹിണി നക്ഷത്രക്കാർക്ക് 2026 ജൂൺ മാസത്തിലെ വ്യാഴമാറ്റത്തിലൂടെ എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാവുന്നത് എന്നറിയാം. നിങ്ങളുടെ 3-ാം ഭാവത്തിലൂടെയും 4-ാം ഭാവത്തിലൂടെയും വ്യാഴം സഞ്ചരിക്കുന്ന കാലമാണ് വരാനിരിക്കുന്നത്. 3-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയം അത്ര നല്ല സമയമായിരിക്കില്ല. ഈശ്വരാനുഗ്രഹം കുറയുന്ന സമയമാണ്. 3-ാം ഭാവത്തെ കൊണ്ട് ധൈര്യം, വീര്യം ച ദുർബുദ്ധി, സഹോദര പരാക്രമോ, ദക്ഷകർണോ സഹായോജ, ചിന്തനീയാസ് തൃതീയത എന്നാണ്. ധൈര്യവും വീര്യവും ദുർബുദ്ധിയും സഹോദരങ്ങളെയും പരാക്രമവും ഇടത് ചെവിയും സഹായവും ഒക്കെ 3-ാം ഭാവത്താൽ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. വ്യാഴം 3-ൽ സഞ്ചരിക്കുന്ന കാലത്ത് ദുർബുദ്ധി തോന്നുവാനും ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ ഒക്കെ പിണങ്ങുവാനും സാധ്യതയുള്ള സമയമാണ്. പ്രതീക്ഷിച്ചിരിക്കുന്ന സഹായങ്ങൾ ചിലപ്പോൾ ലഭിച്ചില്ല എന്ന് വന്നേക്കാം. അടിപിടികളിലൊന്നും ചെന്ന് പെടാതെ സൂക്ഷിക്കുക. ഈശ്വര കാര്യങ്ങളിൽ താല്പര്യം കുറയുന്ന സമയമാണ്. ഈശ്വരാനുഗ്രഹവും വളരെ കുറയുന്ന കാലമാണ്. എടുത്തു ചാടിയുള്ള തീരുമാനങ്ങളും എടുത്തടിച്ച പോലെയുള്ള വർത്തമാനങ്ങളും ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ 3-ാം ഭാവത്തിൽ നിന്നും വ്യാഴം 4-ാം ഭാവമായ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരും. മാതാ സുഹൃത് മാതുല ഭാഗിനിയു എന്ന പ്രമാണപ്രകാരമുള്ള 4-ാം ഭാവ ചിന്ത ചെയ്യുമ്പോൾ അമ്മ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, വീട്, വാഹനം, കൃഷിയിടം, ജലം, ശയനോപകരണങ്ങൾ എന്നിവയ്ക്കൊക്കെ ഐശ്വര്യവും മേൽപ്പറഞ്ഞവ കൊണ്ടുള്ള ഗുണങ്ങളും ഉണ്ടാവും. പ്രധാനമായും വീട്, വാഹനം എന്നിവയ്ക്കൊക്കെ യോഗമുള്ള സമയമാണ്. 4-ാം ഭാവത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് അനുകൂലമായ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. 4-ാം ഭാവത്തിലെ ഗുണഫലങ്ങളെ അനുഭവിക്കുന്നതിനായിട്ടും 3-ാം ഭാവത്തിലെ ദോഷഫലങ്ങളെ തരണം ചെയ്യുന്നതിനായിട്ടും കുടുംബക്ഷേത്ര ദർശനം നടത്തുന്നതും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ചകളിൽ നെയ്വിളക്ക്, തുളസിമാല എന്നിവ വഴിപാട് കഴിക്കുന്നതും നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ദേവന് ഇഷ്ട വഴിപാട് കഴിക്കുന്നതും വളരെ ഉത്തമമാണ്.